ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് അപ്പോളജി ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ഷമാപണം നടത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. ഇമോഷണലി ഒരുപാട് അവർ വീക്ക് ആണ്. നിങ്ങളോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ട് തുറന്നൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് എല്ലാ ചെയ്തു പോയ തെറ്റുകൾക്കും മാപ്പ് പറയണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ടോക്സിസിറ്റി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു ട്രോമയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാ പറയുന്നത്. അവർക്ക് ഒരുപാട് അഡിക്ഷൻസ് ഒക്കെ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മദ്യപാനം അതുപോലെയുള്ള കാര്യം ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അഡിക്ഷൻ വന്നിട്ടുണ്ടായിരിക്കാം. അതിലൂടെയൊക്കെ അവരിപ്പോ ഒരുപാട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് എത്രയും വേഗം ഒരു ക്ഷമാപണം നടത്തണം. അവർ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് അവരിപ്പോ സമ്മതിച്ചു തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ intuition ഈ ഒരു സമയത്ത് ഒരുപാട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. intuition പ്രവർത്തിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ട് അവരെ കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല. അത്രത്തോളം ഒരു ഡൗൺ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് നിങ്ങളോട് ഒരു പാഷൻ, ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നിങ്ങളോട് വളരെയധികം തോന്നുന്നുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, നമുക്കിവിടെ സ്നേഹവും കാണിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു എന്നുള്ളത് അവർ നിങ്ങളോട് തന്നെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. റിസീവ് വന്നിട്ടുണ്ട്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾ എന്ത് രീതിക്കും അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളും അവരെ സ്വീകരിക്കണം. അവരുടെ ക്ഷമാപണം നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം അവർക്ക് ഈ ഒരു ടോക്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് കിട്ടുന്നത്.